നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരുടെ ഹായ് പറഞ്ഞേ. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ വ്ളോഗ് ഒരു രാവിലെ ഏർലി മോർണിംഗ് തൊട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും ഫ്ലാറ്റിൽ നടക്കുന്നുണ്ട്. ഇന്നാണ് ഞങ്ങളുടെ ചാൻസ്. അപ്പോൾ ഒരു 10 മണിയോടെ ഇവിടുത്തെ ആൾക്കാർ ജോലിക്ക് വരും. സോ അതിന് മുന്നേ എനിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കുക്ക് ചെയ്ത് ഇവിടെ ക്ലീൻ ചെയ്തിടണം. അത് നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യും. പല്ലൊക്കെ തേച്ച് വന്ന് ആദ്യം നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ ഇതിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് നമുക്കൊരു കട്ടൻ ചായയൊക്കെ കൊട്ട് കുടിച്ചൊന്ന് ഫ്രഷ് മൈൻഡോടെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 6 മണിയായിട്ടും പുറത്ത് നല്ല രീതിയിൽ ഇരുട്ടുണ്ട്. അപ്പം ഉറക്കപ്പിച്ചിൽ വന്നെടുത്ത് വെച്ചത് പാത്രം മാറിപ്പോയി. അപ്പോൾ ഈ കാണുന്നതാണ് ഞാനിന്ന് രാത്രി എന്നെ ക്ലീൻ ചെയ്ത് ചില്ലി ചിക്കൻ ഒരു ലൈറ്റ് മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. ഇനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കും. അതിന് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് പിന്നെ നമ്മുടെ ഫിൽറ്ററൊക്കെ റീഫിൽ ചെയ്ത് ഇതിൻ്റെ ബോട്ടിലും കഴുകി അവന് ആവശ്യമുള്ള വെള്ളം അവൻ്റെ ഫ്ലാസ്കിലൊക്കെ മാറ്റി വെച്ചാൽ ആ ഒരു പണി തീരും. ഇതിന് ആവശ്യമുള്ള വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഒരു കട്ടൻ ചായ ഇട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കട്ടൻ ചായ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങി ഉച്ചത്തേക്കുള്ള ചില്ലി ചിക്കനും കുക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കന് ആവശ്യമുള്ള ക്യാപ്സിക്കവും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി അടുത്ത സെച്ചോടെ പൊരിച്ചെടുത്തിട്ട് ബാക്കി ചെയ്യാം. പതിയെ ഇരുട്ട് മാറി വരുന്നുണ്ട്. പിന്നോട് പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഓയിലിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ സോട്ട് ചെയ്ത് ഉള്ളിയും ക്യാപ്സിക്കവും ആവശ്യമുള്ള സോസ് എല്ലാം ഇട്ടെടുത്ത് അതിൽ കുറച്ച് പെപ്പറും പിന്നെ ലേശം എരിവിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചിക്കനും അതിലിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ ഒരു 7 മണിയായപ്പോൾ തന്നെ റെഡിയായി. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ ഇതിനുള്ള റൈസാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്. അവനായിട്ട് ഇന്ന് ഞാൻ വെജിറ്റബിൾ റൈസ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രൊക്കോളി ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം വെജിറ്റബിളായിട്ട് ഞാൻ ഇട്ടില്ല. ബാക്കി ക്യാരറ്റും പൊട്ടറ്റോയും ഉള്ളിയൊക്കെ ഇട്ട് ഞാനവിടെ റൈസ് അങ്ങ് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഏകദേശം കുക്കിംഗ് ഒക്കെ തീർന്നിട്ടുണ്ട്. പുറത്തെ അവസ്ഥ ഒന്ന് നോക്കാം. നല്ല മഞ്ഞുണ്ട്. ബാക്കിൽ ഉപ്പുമുളകിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ ചിരവില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ ഇനി ഇതിനടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പക്ഷേ അടിക്കലിപ്പോൾ എടുക്കില്ല. ഇതൊരു നല്ല ഓർക്കണം അവരെ ഇനി ചലമ്പം. എന്തായാലും നമുക്ക് ഈ തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കാം നമ്മുടെ ആവശ്യത്തിന്. നമ്മൾ ഉച്ചത്തേക്കുള്ള എല്ലാം ആയിട്ടുണ്ട്. കറി ആയിട്ടുണ്ട്, ഇതിൻ്റെ റൈസ് ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടോടെ ഒരു ദോശ ഇട്ട് കഴിച്ചാൽ മതി.
അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് റൂമിലൊന്ന് നോക്കിയതാണ്. ഇക്കായും എതിരും എപ്പോഴും നല്ല ഉറക്കമാണ്. അങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ നേരെ ഹോളിലോട്ടങ്ങ് പോയി. ഇത് ഞാൻ നശിച്ചു പോയെന്ന് വിചാരിച്ച എൻ്റെ പുതിനയുടെ ചെടിയാണ്. പക്ഷേ ഇന്ന് വന്ന് നോക്കി വീണ്ടും തളിർപ്പൊക്കെ വന്ന് ഗ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പുറത്തിപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്ക് പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം. അങ്ങനെ ഇത്തിരി കുട്ടൻ ഉറക്കമൊക്കെ എണീച്ച് വന്ന് ഇരിക്കുന്നുണ്ട്. ഉമ്മച്ചി കുറച്ച് തുണിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് പാല് കുച്ചാമേ. അപ്പം ഞാനെന്തായാലും ഫ്രഷൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഇനി ഇതിരുവിന് കുളിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് തുണി കഴുകിയിട്ടുണ്ട്, അത് വിരിക്കണം. ഞാനെന്തായാലും എൻ്റെ കുപ്പായത്തിൽ കയറിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഇതിട്ടിരിക്കുന്നുണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനെ തെമ്മൂന്ന് വരുത്തിയതാണ്. ഇപ്പം നമുക്കിനി തുണി വിരിച്ചിട്ട് നേരെ പോയി ചമ്മന്തിക്കറിയൊക്കെ വെച്ച് കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്തിടാം. അവരെന്തായാലും ജോലിയുടെ ആൾക്കാർ എത്താറായിട്ടുണ്ട്. ഇതിരോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരുടെ ഹായ് പറഞ്ഞേ. ഇതിനൊരു നാണം വന്നു. ഇനി ഞങ്ങൾ പാലൊക്കെ കുച്ചിട്ട് വരാം. അങ്ങനെ ഇതിരുകുട്ടിന് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് കിച്ചണിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ചമ്മന്തി കറിയും. ഇനി മാവ് എടുത്ത് ദോശ ചുട്ടാൽ മതി. എന്തായാലും വിൻ്ററിൽ മാവ് നല്ല രീതിയിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശയൊക്കെ ചുട്ടെടുത്ത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ചെയ്ത് തീർന്നാൽ പണിയെല്ലാം തീരും. അങ്ങനെ ഇതിൽ കുളിച്ചിട്ട് കാത്തുപൂച്ചൊക്കെ കണ്ടിരിക്കുകയാണ്. ദോശ കഴിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പോഴത്തേക്കും ഇനി പണിക്കാർ ഇവിടെ എത്തും. വർക്കിംഗ് ഡേ ആയിക്കടെ കാര്യം പറയണ്ടല്ലോ, ആള് നല്ല ജോലിയിലാണ്. അപ്പോൾ പണിക്കാർ വരുമെന്ന് പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ഞാൻ കുക്കിംഗ് എല്ലാം തീർത്തിട്ട് കിച്ചൺ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ സമയം 10 ഏകദേശം അവർ എത്താറായി. നമ്മളിവിടെ പണിക്കായിട്ടുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിന്ന് വന്നിട്ടുള്ളത് ഹോട്ട് വാട്ടർ ഇൻസ്റ്റാളേഷനാണ്. അത് റിലേറ്റഡ് കുറച്ച് പണിയാണ്. അങ്ങനെ അവർ നേരെ അവരുടെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ പുറത്തുനിന്ന് പുതിയതായിട്ട് ആൾക്കാരൊക്കെ വന്നാൽ ഇതിന് നല്ല കരച്ചിലാണ്. പക്ഷേ എന്തോ അന്ന് ആ 2 വന്ന് വർക്കേഴ്സിനെ കണ്ടിട്ട് ഇതിന് ഒരു അലമ്പും കാണിച്ചില്ല. അവൻ അവരെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പണിയെടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തോ അവർ വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ അവർക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് അവർ ജോലി ചെയ്തോടെ നിൽക്കുന്നതിനിടെ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അവനെ കൊണ്ട് റൂമിലിട്ട് പൂട്ടേണ്ട അവസ്ഥയായിപ്പോയി. അവരവിടെ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. താഴെ ഒരു കാർഡ്ബോർഡ് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് വീടിനകം അഴിക്കാതിരിക്കാൻ. ശരിക്കും ഇതാണ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തത്. ഗ്യാസ് ഹീറ്റർ ആയിരുന്നു. ഇത് വാഷ്റൂമിൽ അവിടെ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴായിരുന്നു വെള്ളം ചൂടായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഒരു കണക്ഷൻ സിറ്റി ഹീറ്റിംഗ് അല്ലേ. ടോട്ടൽ അവർ ബേസിക് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യാം. എല്ലാം ഓക്കെ. രണ്ടാമത് വന്ന എക്സോസ്റ്റ് പോലത്തെ ആ സ്ഥലമല്ലായിരുന്നു, അത് വന്ന് അടച്ചിട്ട് പോയിരുന്നു. ഒന്ന് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ പണിയൊക്കെ തീർന്ന് അവർ പോയിട്ടുണ്ട്. ഞാനിവിടെ ഫുൾ ക്ലീൻ ഒക്കെ ചെയ്ത് തീർന്നു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. അവൻ കുറേ നേരം അവർ ജോലി ചെയ്യുന്ന നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ ഉറക്കമൊക്കെ വന്ന ആൾ നല്ല ഉറക്കമാണ്. ഇനി ഞാൻ എണീക്കുമ്പോൾ ലഞ്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ലഞ്ച് ചെയ്യാം. നല്ല ഞാൻ രാവിലെ എണീച്ച് വെച്ച നല്ല ചൂട് ഫ്രൈഡ് റൈസും ചൂട് ചില്ലി ചിക്കനും ഇപ്പം ചൂടാക്കിയേ ഉള്ളൂ. കൊള്ളാം. ലഞ്ച് കഴിച്ചിട്ട് വേണം. ലഞ്ച് കഴിക്കണ്ടേ? ബാ നമുക്ക് ലഞ്ച് കഴിക്കാം. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗായി വരുന്നവരെ ബൈ.